ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയും നോക്കാം. അതിനായിട്ട് ഇവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു നേന്ത്രപ്പഴത്തിന് 2ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കുഞ്ഞാക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് കുഞ്ഞായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തോലൊക്കെ കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം കുട്ടികൾ ആരും കഴിക്കില്ല അല്ലേ. അതിൻ്റെ തോല് കറുത്തൊന്നും മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉള്ളൊക്കെ നല്ലതായിരിക്കും. അങ്ങനത്തെ പഴം കണ്ടാൽ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ നിങ്ങളത് വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പഴം ഇവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു മീഡിയം വലുപ്പമുള്ള 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം എടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകണ്ട കേട്ടോ, 2 പിഞ്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ ചേർക്കുന്ന സമയം ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റവ വറുത്തതോ വറുക്കാത്തതോ ആയ റവ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, റവ ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുന്നത് ഇത് റവയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചു കുടിച്ച് കട്ടയായി പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നിങ്ങളെടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ചില റവ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വലിച്ചു കുടിക്കും. അപ്പോൾ വെള്ളം ഒരു അല്പമൊക്കെ ഒരു 1/4 കപ്പൊക്കെ അധികം ചേർക്കേണ്ടി വരും. നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതുപോലെ കട്ടയില്ലാതെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. റവ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അല്പം പോലും കട്ടയൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന സമയം തുറന്നിടരുത്, അടച്ച് തന്നെ വെക്കാം കേട്ടോ. തുറന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റവയൊക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പോകും, ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 3 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വല്ല കല്ല് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഫ്ലേവറിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതുമാണ് ഏലക്കയുടെ പൊടി. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കര ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ പഴുത്തൊക്കെ തോലൊക്കെ കറുത്തിട്ടുള്ള പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. അപ്പം ശർക്കരപ്പാനി ഇങ്ങനെ കിടക്കരുത്. നമ്മുടെ ഈ പഴത്തിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം വരും കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഴമൊക്കെ ഈ ശർക്കരപ്പാനിയൊക്കെ വലിച്ചു കുടിച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പഴം നല്ല വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിന് കുറച്ച് ശർക്കരപ്പാനി പാനി അധികം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി വേവിച്ചിട്ട് നന്നായിട്ട് പഴം നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. വേകുമ്പോൾ പെട്ടെന്ന് തന്നെ പഴം ഉടഞ്ഞു കിട്ടിക്കോളും. നല്ല പഴുത്ത് ഇതായിട്ടുള്ള കറുത്ത പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി കിട്ടിക്കോളും. നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ പഴം ചെറിയൊരു കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെ കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ സമയം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ റവയൊക്കെ ഇവിടെ ചൂടാറി ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ചെറിയൊരു ചൂടോടുകൂടി കുഴച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ. ഞാൻ ആ പഴമൊക്കെ വാട്ടാൻ നിന്നപ്പോൾ റവ കുറച്ചൊന്ന് ചൂടാറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല. കൈയൊന്ന് പതുക്കെ നനച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം.
ഇനിയിപ്പോൾ റവയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തത്. നിങ്ങൾക്കൊരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ മാവിൽ അത്യാവശ്യം നന്നായിട്ട് തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടും. അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പിന്നെ തേങ്ങയുടെ അളവിൽ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, റവയുടെ മിക്സ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സും ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. ഇനി കയ്യിലൊരല്പം വെള്ളമാക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് ബോളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഈ റവയുടെ മിക്സ് നമുക്ക് കുഴച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന റവയാണ്, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ എത്ര വലുപ്പത്തിലാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റവയുടെ ഈ ഒരു മാവ് ഒരുപാട് കട്ടിയിൽ അങ്ങോട്ട് ആക്കരുത്, പുറം തോല് ഒരുപാട് കട്ടി വേണ്ട, നല്ല കനം കുറച്ചിട്ട് തന്നെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ റവ ഇങ്ങനെ നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കനം കുറച്ച് എടുത്തു വിചാരിച്ചിട്ട് ഇനി ആവി കയറ്റിയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. എടുത്തുനിന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ഫില്ലിങ് വരുമോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. ഇതേപോലെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫില്ലിങ് ഒന്നും പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ തയ്യാറാക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇന്ന് വാഴയിലയിൽ വെച്ച് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താവുന്നതുമാണ്. അപ്പം എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് കൈ പൊള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അതാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം മുഴുവനും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ച് കരുതിയിട്ട് ഒട്ടിപ്പിടിക്കോ പൊട്ടിപ്പോകുമോ എടുക്കുമ്പോൾ അങ്ങനെ ഒന്നും കരുതണ്ട, അങ്ങനെ ഒന്നും വരില്ല. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യൂല. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാ ചേരുവയും ആദ്യം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ആവിയിൽ ഇങ്ങനെ വരുന്ന സമയം നല്ല അടിപൊളി മണം വരും. അപ്പോൾ ഞാനിതിലേക്ക് ഏലക്കപ്പൊടി മാത്രം ചേർത്ത്, നിങ്ങൾക്ക് ജീരകം ചേർക്കണമെങ്കിൽ ജീരകവും ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ ചൂടാറി വന്നിട്ടുണ്ട് കണ്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായി മസാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.